പച്ചയ്ക്ക് എ കെ ബാലൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഹിന്ദുക്കളെ, നിങ്ങൾ UDF വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കായിരിക്കും ഭരണം എന്നുള്ള കാര്യമാണ് വളരെ പച്ചയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എടുത്ത് മറയാക്കി പിടിച്ചുകൊണ്ട് എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും PDPയും റാഡിക്കൽ എലമെന്റ്സും ഒക്കെ തന്നെയാണ് പിന്നാമ്പുറത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത്. മറ്റത് അവർ കുറച്ചുകൂടി പ്രകടമായിട്ട് വരുന്നേ ഉള്ളൂ. ഇതിപ്പോ പുറകിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റത് അവർ കുറച്ചുകൂടി മുമ്പിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു സാധ്യത. ഇത് മാത്രമേ ഇതിനകത്തുള്ളൊരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് കടലിൽ ചാടി ചാവണോ അതോ നിങ്ങൾ ചെകുത്താന്റെ വായിൽ ചെന്ന് കയറണോ? ഇതാ മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ചോദ്യം. കടലിൽ ചാടി ചെത്താൻ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ അടുത്തേക്ക് പോകുക. നിങ്ങളല്ല ചെകുത്താന്റെ വായിലേക്കാണ് കയറാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ UDFന്റെയും ലീഗിന്റെയും കൂടെ പോവുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ കേരളത്തിലുള്ള ഭൂരിപക്ഷ ജനത എന്ന് പറയുന്ന ഹൈന്ദവരിലേക്കും നിലവിൽ അതേ അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ക്രൈസ്തവ ജനതയെ സംബന്ധിച്ചിട്ടും ഉള്ളൂ. മറ്റ് ഓപ്ഷൻ ഒന്നും അവരുടെ മുമ്പിൽ ഇല്ല. അപ്പൊ എ കെ ബാലൻ പറയാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി പാവമാണ്, എ കെ ബാലൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നല്ല. എ കെ ബാലൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല.